തന്നെ ആഘോഷിക്കാമല്ലോ. അപ്പൊ നമസ്കാരം. ആദ്യം രണ്ടുപേർക്ക് സംസാരിച്ചിട്ട് വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാൻ എന്ന് തോന്നുന്നു. എന്തോ പ്രിയപ്പെട്ട തിരുവനന്തപുരം നമസ്കാരം. ഏറ്റവും സിനിമ വിജയിക്കുമ്പോൾ ഇവിടെ വരുന്നത്, പ്രത്യേകിച്ച് ഡോളസ് പാലന്തൂരിൽ വരുന്നതും ഇവിടെ ഒരു സാധാരണ അടിച്ചു പൊളിക്കുന്നതും ക്ലിക്ക് ടീമുകളൊക്കെ സിനിമ സക്സസ് ആകുന്നതിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് എപ്പോഴും ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നു. ഇനിയും കാണാനുള്ളവർ തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഇപ്പോഴും തിയേറ്റേഴ്സിലൊക്കെ ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കല്യാണം കഴിച്ചിട്ടുള്ള, കല്യാണം കഴിക്കാൻ പോകുന്നവർ, കല്യാണം കഴിച്ച് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ, സ്ത്രീധനം ചോദിക്കുന്നവർ, സ്ത്രീധനം കിട്ടാത്തവർ, അങ്ങനെയുള്ള നമുക്കറിയാവുന്ന ചുറ്റുമുള്ള ഒരുപാട് പേരുടെ പരിചയമുള്ളതുപോലെ തോന്നുന്ന കഥാസാഹചര്യങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കിഷ്കിന്ധകാണ്ഡം ആഭ്യന്തര കുറ്റവാളി പോയി കാണണം. ഒരു വലിയ സക്സസ് ആയിട്ടാക്കിയ നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം കേക്ക് കട്ട് ചെയ്ത് നമുക്ക് നമ്മൾ ആഘോഷിക്കാം. താങ്ക് യു. ശനിയാഴ്ചയാണ് ഒരു ഹോളിഡേ, നാളെ ഞായറാഴ്ച. അപ്പം നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയ ദിവസം ഒരുപാട് സമയം എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കാണുമ്പോൾ കൈ കാണിക്കുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഒരു വലിയ കൈയ്യിൽ തന്നെ ഞങ്ങളത് കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ സിനിമ കാണാനുള്ളവർ കാണണം. ആഭ്യന്തര കുറ്റവാളി സെയ്ദിന്റെ ആദ്യത്തെ സിനിമയാണ്. സെയ്ദ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ സെയ്ദ് എന്നത്. ഇത്രയും വർഷമായി സിനിമയിൽ ചെയ്യുന്നുണ്ടെങ്കിലും വിജയത്തിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമയുടെ പ്രൊമോഷൻ വരുന്നതും അത് തിരുവനന്തപുരത്ത് തന്നെ വന്നത്. അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് ഈ സിനിമ തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേറെ അവർക്ക് കൂടി സ്നേഹത്തിന്റെ ഭാഷയിലുള്ള നന്ദി. പ്രേക്ഷകർക്ക് വാക്ക് കേൾക്കാം. പറഞ്ഞു. ഓ ഓക്കെ. ഇവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു മനുഷ്യ സ്നേഹി. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ പോലെ മാംഗോ ചില്ലി മച്ചാണ് എൻ്റെ ചാനലിൻ്റെ പേര്. നല്ല സിനിമയാണ്, നല്ലതെന്ന് പറയും. അഴക്കെന്ന് പറയും. ചേട്ടൻ്റെ സിനിമ നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്. ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ തന്നെ അഭിനയിച്ച പുതിയ നടിമാർ എല്ലാവരും നല്ല അഭിനയമായിരുന്നു. ചേട്ടൻ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ചേട്ടൻ എന്ത് അഭിനയിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ചേട്ടാ. അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഈ ഒരു സിനിമ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സായം സന്ധ്യയിലെ ആഘോഷങ്ങൾ. അല്ല, സംവിധാനം ചെയ്ത സിനിമ തന്നെ ജനം ചർച്ച ചെയ്യപ്പെടുന്നു, അത് തിയേറ്ററുകളിൽ നന്നായിട്ട് ഓടുന്നു എന്ന് അറിയുന്നതിന് വലിയ സന്തോഷം. ഒരു റിക്വസ്റ്റ് ഉള്ളവരെന്ന് പറഞ്ഞാൽ കാണാത്തവർ പോയി തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. ഒരു ഇതിലും വലിയ വിജയം തീരട്ടെ കൂടെ. താങ്ക് യു. തീർച്ചയായും ഉറപ്പായിട്ടും കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ ചെന്നിട്ട് കാണും എന്ന് നമ്മളുടെ ഉറപ്പ് നൽകുകയാണ്. നമസ്കാരം. കാണാത്തവരെല്ലാവരും തിയേറ്ററിൽ കാണണം. പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പടം കാണാൻ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമയാണ്. താങ്ക് യു. താങ്ക് യു സർ. വിജയകുമാർ സർ, നിങ്ങൾ ഒരുപാട് ചലച്ചിത്രങ്ങളിലുണ്ട്. വിജയത്തിൽ സംസാരിക്കുന്നത് വലിയ ഒരു പ്ലേ വരാം. വിജയത്തിൽ സിനിമയിൽ ആരെയും സാധിക്കുന്നില്ല. അത് വിക്ടേഴ്സ് സ്റ്റാറിന്റെ ഒരു പേരൊക്കെ ഉണ്ട്. സന്തോഷം. അതായത് ആസിഫിനായിട്ട് ഞാൻ ആദ്യമായിട്ട് അല്ല, ഇത് ഞങ്ങൾ തൃശ്ശൂർ പേരൊരു ചിത്രം എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പം നരസിംഹമായിരുന്നാലും വല്യേട്ടനായിരുന്നാലും ലേലമായിരുന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് ആസിഫ ഇപ്പം നമുക്കറിയാം ഒരു സെയിം കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ മലയാളികൾക്ക് വളരെ നല്ല നല്ല നല്ല
അനുഭവങ്ങൾ നൽകുന്ന സിനിമയാണ്. കിഷ്കിൻ്റെ കാണ്ടായിരുന്നാലും രേഖാചിത്രമായിരുന്നാലും ശരി, സ്ക്രിപ്റ്റ് സെലക്ഷനിലുള്ള പുള്ളിയുടെ ഒരു പാഠവം അത് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം പുതിയ പലരും അവിടെയാണ് തട്ടി വീഴുന്നത്. അപ്പോൾ ആസ്ഫിക്കയെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു ഇത് തന്നെ ആവട്ടെ എന്ന്. അതുപോലെ തന്നെ ഈ സിനിമയിലെ സഹദേവൻ എന്ന് പറയുന്നത് എൻ്റെ സഹദേവൻ പ്രൊഡ്യൂസർ നൈസാമാണ്. കാരണം എനിക്കറിയാം ഒരുപാട് ദുർഘടങ്ങളിലൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇതിൻ്റെ പ്രോപ്പർ റിലീസിങ് സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ച് പുള്ളി ഈ സിനിമ പുള്ളി തിയേറ്ററിൽ കൊണ്ടുവരാൻ കാരണം പുള്ളിയുടെ മനസ്സിൽ ഒരു സിനിമ കലാകാരനുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഒരു സിനിമ ഡയറക്ഷൻ സൈഡിലൊക്കെ പഠിച്ച ആളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഈ സുപ്രീം കോടതി വരെ പോയിട്ട് അതിനെ സ്ട്രഗിൾ ചെയ്തിട്ട് അതിനൊരു ഓർഡർ വാങ്ങിച്ചാണ് ഇത് തിയേറ്ററിൽ കൊണ്ടുവന്നത്. എന്തായാലും സന്തോഷം. എല്ലാവരും പോയി സിനിമ കാണണം, വിജയിപ്പിക്കണം. ഇതിലും വലിയൊരു വിജയമാക്കി നിങ്ങൾ ഈ മാറ്റണം. നന്ദി, നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരു തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് നിങ്ങളോടൊപ്പം ഒക്കെ ആസ്വദിക്കുകയും ഈ ടീമിലൂടെയൊക്കെ വന്ന് നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരാൻ പറ്റാത്ത കുറേ ആർട്ടിസ്റ്റുണ്ട്. കാസിക്കായാലും ജോജി സാറായാലും ഹരിശേഷൻ സാറായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ ഇനി കാണാനുള്ളവർ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഈ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പാടുകൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് പ്രേക്ഷകരെ ഏറ്റെടുത്തതിലും അഭിപ്രായം അറിയിക്കുന്നതിലെല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു. ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ പ്രേക്ഷക പ്രതികരണങ്ങളും എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും ഹാപ്പിയല്ലേ? ഇത് തിരുവനന്തപുരം എൻ്റെ നാടാണ്, ഞാൻ ജനിച്ച നാടാണ്. അത് നിങ്ങളെ എല്ലാവരെയും കാണാനും ഇവിടെ വരാനും ഈ ഒരു സിനിമയുടെ തന്നെ ഭാഗമാകാനും പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ കാണാത്തവർ വീണ്ടും പോയി കാണണം എന്ന് അപേക്ഷിക്കുന്നു. നല്ലൊരു സിനിമയാണ്. ഇതൊരു വൻ വിജയമാക്കി മാറ്റണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. തീർച്ചയായും നമസ്കാരം. നമ്മൾ ഈ ഒരു കൊച്ചുപടം നിങ്ങളെല്ലാവരും കണ്ട് വിജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും കാണാത്തവർ തിയേറ്ററിൽ പോയി തന്നെ കാണില്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് ഈ ഒരു സക്സസ് സെലിബ്രേഷൻ ഞങ്ങളുടെ എല്ലാവരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ. അപ്പോൾ ഈ അങ്ങോട്ടുള്ള ജേണിയിൽ ഇനിയും ഇതേപോലുള്ള സ്നേഹം തുടർന്നുണ്ടാവണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ ട്രിവാൻഡ്രം, എല്ലാവരും സിനിമ കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ എന്തായാലും പോയി കാണണം. മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ നാടാണ് ട്രിവാൻഡ്രം. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെയാണ്. സോ ഐ വെരി ഹാപ്പി ഈ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. സിനിമ കാണാത്തവർ ഉറപ്പായി സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് എ നൈസ് മൂവി. അഭിനയിച്ച് ഞങ്ങളെല്ലാം നല്ലതാണെന്ന് പറയുന്നത് കാര്യമില്ല. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ആൻഡ് താങ്ക് യു സോ മച്ച്.